ശ്രീ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചേർത്തല. കേരള സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് കമ്പനിയുമായിട്ട് ഉണ്ടാക്കിയ കരാറ് പ്രകാരം $250 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റേതെങ്കിലും പോർട്ടിൽ 25% ഓഹരിയുള്ള ഒരു കമ്പനിക്ക് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ ഓഹരികൾ കൈമാറാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. കരാറിലെ 5-9 ക്ലോസ് ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തോട് പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങളുടെ ക്യാബിനറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തോ? മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് തൂത്തുക്കുടി പോർട്ടിൽ ഓഹരിയില്ലേ? അവിടുത്തെ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ അത് പൂർണ്ണമായും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലല്ലേ? അങ്ങനെ ഒരു കമ്പനിക്ക് എങ്ങനെയാണ് അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരികൾ കൈമാറാൻ കേരള സർക്കാർ അനുവാദം കൊടുക്കാൻ പോകുന്നത്? ഇതാരാദ്യം അറിഞ്ഞു എന്നുള്ളത് തർക്കമൊന്നുമല്ല കേട്ടോ പ്രശ്നം. കേരള സർക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതൊക്കെ നേരത്തെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എക്കണോമിക് ടൈംസ് ജൂൺ 1 ഇത് സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള വാർത്ത നൽകിയതാണ്. മാതൃഭൂമി 3-ാം തീയതി ജൂൺ 3 വാർത്ത നൽകി. ദേശാഭിമാനി ജൂൺ 5 വാർത്ത നൽകി. പക്ഷേ മെയ് 28 കേരളത്തിലെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത് പുതിയ CEO വന്നതിന് ശേഷമാണ്. എന്താ, പഴയ CEO കേരളത്തിൻ്റെ CEO അല്ലേ? കേരള സർക്കാരിൽ ഉദ്യോഗസ്ഥയല്ലേ? പുതിയ CEO വരും മാത്രമേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഉത്തരം പറയണം. നിങ്ങളുടെ എംപവേർഡ് കമ്മിറ്റി ക്ലോസ് ചർച്ച ചെയ്തോ? കേരളത്തിൻ്റെ ക്യാബിനറ്റ് ഇത് ചർച്ച ചെയ്തോ? ഇത് സാങ്കേതികമായിട്ടുള്ള കാര്യമല്ല, നയപരമായിട്ട് രാഷ്ട്രീയ നേതൃത്വം തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടി കേരളത്തിന് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നു. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോർട്ടിന്റെ ഷെയർ എന്നതിലുപരി അദാനി ഷിപ്പിംഗ് കമ്പനിയുടെ ഷെയറുകളാണ് ഈ MSCക്ക് നൽകുന്നത് എന്നുള്ളൊരു വാദമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 250 കിലോമീറ്ററിന്റെ കണക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. പോർട്ടിന് പ്രത്യേകിച്ച് ഷെയറില്ല. പോർട്ടുമായി ബന്ധപ്പെട്ട് 2 കമ്പനികളാണ് ഉള്ളത്. ഒന്ന് കേരള സർക്കാരിൻ്റെ വിസിൽ, അവർ ഡ്രെഡ്ജിങ്ങും അവിടുത്തെ ബ്രേക്ക് വാട്ടർ നിർമ്മാണം നടത്താൻ ചുമതലപ്പെട്ടവരാണ്. അതിലുപരി ഈ പോർട്ടിന് വേണ്ട അനുബന്ധ ലോജിസ്റ്റിക്സ് പാർക്കുകൾക്ക് ഭൂമി ഏറ്റെടുക്കുക, വൈദ്യുതി കണക്ഷൻ ഉറപ്പുവരുത്തുക, കുടിവെള്ള പ്രൊഡക്ഷൻ ഉറപ്പുവരുത്തുക, ഭൂഗർഭ റെയിൽവേ ഉണ്ടാക്കുക, ഇതൊക്കെ ചുമതലപ്പെട്ടത് വിസിലാണ്. അതിൻ്റെ ഓഹരി മുഴുവനും കേരള സർക്കാരിനാണ്. രണ്ടാമത്തത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, അതിനാണ് പോർട്ടിൻ്റെ നടത്തിപ്പ്. അവരാണ് പോർട്ടിൻ്റെ ഉപകരണങ്ങൾ വാങ്ങുന്നതും നിർമ്മിക്കുന്നതും. അതേ ഉള്ളൂ. എങ്ങനെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പോർട്ടിൻ്റെ ഓഹരിയല്ല കൈമാറുന്നതെന്ന് പറയുന്നത്? ഇതേ ഉള്ളെന്ന് അദ്ദേഹത്തെ പഠിക്കണത് എന്താണെന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല.